ഹായ് ഫ്രണ്ട്സ്, എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പെൺകുട്ടികളുടെ സുരക്ഷിത ഭാവിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന സുകന്യ സമൃദ്ധി യോജനയുമായി ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് എന്താണ് സുകന്യ സമൃദ്ധി യോജന എന്ന് നമുക്ക് നോക്കാം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന സംരംഭത്തിന് കീഴിൽ പെൺകുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്നതിനായി സൃഷ്ടിച്ച സർക്കാർ സമ്പാദ്യ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. പ്രധാനമായും 10 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള പെൺകുട്ടികളുടെ രക്ഷകർത്താവിനോ ഈ സ്കീമിൽ അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രധാന മാനദണ്ഡങ്ങളെന്ന് പറയുന്നത് പെൺകുട്ടിയുടെ രക്ഷകർത്താവിനോ നിയമപരമായ രക്ഷകർത്താവിനോ അക്കൗണ്ട് തുറക്കാം. അതുപോലെ പെൺകുട്ടിക്ക് 10 വയസ്സിന് താഴെയായിരിക്കണം പ്രായം. ഒരു പെൺകുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. ഒരു കുടുംബത്തിന് 2 SSY സ്കീം അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 2 അതിലധികമോ പെൺകുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ 2 പെൺകുട്ടികൾക്ക് മാത്രമേ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ പ്രധാന പ്രയോജനങ്ങൾ നാം നോക്കുമ്പോൾ പെൺകുട്ടികൾക്കായി പണം ലാഭിക്കുമ്പോൾ താങ്ങാവുന്ന ഒരു ഓപ്ഷനാണ് പൊതുവെ SSY എന്ന് പറയുന്നത്. ഇതൊരു SSY അക്കൗണ്ട് പ്രതിവർഷം നാം നിലനിർത്തുമ്പോൾ വെറും 250 രൂപയുടെ ബാങ്ക് ബാലൻസ് മാത്രമേ ഇതിൽ ആവശ്യമായി വരുന്നുള്ളൂ. പ്രത്യേകിച്ച് നല്ല പലിശ നിരക്കാണ്. അതുപോലെ തന്നെ സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന മറ്റ് സ്കീമുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ഉയർന്ന പലിശ നിരക്ക് നമുക്കിതിലൂടെ ലഭിക്കുന്നതാണ്. നികുതി ആനുകൂല്യങ്ങൾ 88C പ്രകാരം സെക്ഷൻ 88C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ നികുതി ക്ലെയിം ചെയ്യാവുന്നതാണ്. പൊതുവെ SSIയുടെ ലഭിക്കുന്ന പലിശയും നമുക്ക് വളരെയധികം പലിശയും ലഭിക്കുന്നത് കൊണ്ട് തന്നെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനവും നികുതിയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് നിക്ഷേപിക്കുന്ന രീതിയിലേക്ക് നാം നോക്കുമ്പോൾ നിക്ഷേപകർക്ക് സുകന്യ സമൃദ്ധി സ്കീമിന് പോസ്റ്റ് ഓഫീസുകൾ വഴിയോ പങ്കെടുക്കുന്ന പൊതു സ്വകാര്യ ബാങ്കുകൾ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. നിക്ഷേപകർ കുറച്ച് രേഖകൾ സമർപ്പിക്കുകയും താഴെ തന്നിരിക്കുന്ന പ്രക്രിയ തുടരുകയും ചെയ്യേണ്ടതാണ്. അക്കൗണ്ട് തുടങ്ങുവാൻ പൊതുവെ നമുക്ക് പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും അപേക്ഷകൻ്റെയോ മാതാപിതാക്കളുടെയോ നിയമപരമായ രക്ഷകർത്താവിൻ്റെയോ ഫോട്ടോ ID ആവശ്യമാണ്. അതുപോലെ അപേക്ഷകൻ്റെ മാതാപിതാക്കളുടെയോ നിയമപരമായ രക്ഷകർത്താവിൻ്റെ വിലാസം നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ്. പാന് അതുപോലെ തന്നെ വോട്ടർ ID പോലുള്ള മറ്റ് KYC തെളിവുകളും നമ്മളിവിടെ നൽകേണ്ടത് ആണ്. ഇത് അപേക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നാം നോക്കുമ്പോൾ RBI വെബ്സൈറ്റിൽ നിന്നോ ഇന്ത്യൻ പോസ്റ്റ് വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന പൊതുമേഖലയുടെയോ സ്വകാര്യ ബാങ്കിൻ്റെയോ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്നോ അപേക്ഷാ ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പെൺകുട്ടിയുടെയും മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ നിയമപരമായ രക്ഷകർത്താവിൻ്റെയും പ്രധാന വിശദാംശങ്ങൾ സഹിതം ഫോമിൽ പൂരിപ്പിക്കേണ്ടതാണ്. സുകന്യ സമൃദ്ധി യോജന സ്കീം ഫോമിൽ പൂരിപ്പിക്കേണ്ട പ്രധാന ഫീൽഡുകൾ ഇനി പറയുന്നവയാണ്. ഒന്നാമത്തത് പ്രഥമ അക്കൗണ്ട് ഉടമ പെൺകുട്ടിയുടെ പേരാണ്. അതുപോലെ രണ്ടാമത്തത് ജോയിൻ്റ് ഹോൾഡറാണ്, മാതാപിതാക്കളുടെയോ നിയമപരമായ രക്ഷകർത്താവിൻ്റെയോ പേരാണ്. മൂന്നാമത്തത് പ്രാരംഭ നിക്ഷേപ തുകയാണ്. നാലാമത്തത് ചെക്ക് DC നമ്പരും പ്രാരംഭ നിക്ഷേപത്തിനുള്ള തീയതിയുമാണ്. ജനന സർട്ടിഫിക്കറ്റും വിശദ വിവരങ്ങൾക്കൊപ്പം പെൺകുട്ടിയുടെ ജനന തീയതിയും നൽകേണ്ടതാണ്. ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ മുതലായവ മാതാപിതാക്കളുടെയോ നിയമപരമായ രക്ഷകർത്താവിൻ്റെയോ ഐഡൻറ്റിറ്റിയും ഇതിനോടൊപ്പം നൽകണം. നിലവിലുള്ളതും സ്ഥിരവുമായ മേൽവിലാസം നമ്മൾ രേഖപ്പെടുത്തണം. പാൻ, വോട്ടർ ID കാർഡ് തുടങ്ങിയ മറ്റ് വിവരങ്ങളും ഉറപ്പായും ഇതിനോടൊപ്പം നൽകേണ്ടതാണ്. ഇനി ഇത് നമുക്ക് ഓഫ്ലൈനായിട്ട് എങ്ങനെ തുറക്കാം? പ്രധാനമായി 2 രീതിയിൽ നമുക്ക് ഇത് തുറക്കാവുന്നതാണ്. ഓഫ്ലൈനായും ഓൺലൈനായിട്ടും ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ്.
ഒരു സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് പങ്കെടുക്കുന്ന ഏത് ബാങ്കിലോ പോസ്റ്റ് ഓഫീസ് ശാഖയിലോ തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കാൻ ചുവടെ വിവരിച്ചിരിക്കുന്ന ഘട്ടങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് നിങ്ങൾ അക്കൗണ്ട് തുറക്കാൻ ആഗ്രഹിക്കുന്ന ബാങ്കിലേക്കോ പോസ്റ്റ് ഓഫീസിലേക്കോ പോവുക. രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ആവശ്യമായ വിവരങ്ങൾ സഹിതം അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഏതെങ്കിലും പിന്തുണയ്ക്കുന്ന പേപ്പറുകൾ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ആദ്യ നിക്ഷേപം പണമായാണോ ചെക്കായാണോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയാണോ അടയ്ക്കുക. അത് പേയ്മെൻറ്റ് 250 മുതൽ 1.5 ലക്ഷം രൂപ വരെ ആകാവുന്നതാണ്. നിങ്ങളുടെ അപേക്ഷയും പേയ്മെൻറ്റും ബാങ്കോ പോസ്റ്റ് ഓഫീസോ പ്രോസസ്സ് ചെയ്യുന്നതാണ്. പ്രോസസ്സ് ചെയ്ത ശേഷം നിങ്ങളുടെ SSI അക്കൗണ്ട് സജീവമാകുന്നതാണ്. അക്കൗണ്ട് തുറക്കുന്നതിൻ്റെ സ്മരണയ്ക്കായി ഈ അക്കൗണ്ടിന് നമുക്ക് ഒരു പാസ്ബുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് SSI വാഗ്ദാനം ചെയ്യുന്ന ബാങ്കുകളുടെ ലിസ്റ്റും ഇവിടെ നിന്ന് നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് ഇത് ഓൺലൈനായിട്ട് എങ്ങനെ തുറക്കാവുന്നതാണ് നമ്മളടുത്തത് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ SSI അക്കൗണ്ട് ഓൺലൈൻ പേയ്മെൻറ്റുകൾ നടത്തുന്നതിന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് IPPB ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ SSI അക്കൗണ്ടിലേക്ക് ഓൺലൈനായി നിക്ഷേപിക്കുന്നതിന് ഒരു നിശ്ചിത തുകയ്ക്ക് സ്റ്റാൻഡിംഗ് നിർദ്ദേശങ്ങൾ സജ്ജീകരിക്കാൻ ഈ ആപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സുകന്യ സമൃദ്ധി യോജനയ്ക്ക് ഓൺലൈനായി പണമടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് IPPB അക്കൗണ്ടിലേക്ക് പണം ആദ്യം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. IPPB ആപ്പിലെ DOP ഉൽപ്പന്നങ്ങളിലേക്ക് നാവിഗേറ്റ് ചെയ്ത സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ SSI അക്കൗണ്ട് നമ്പരും നിങ്ങളുടെ DOP ക്ലയൻറ്റ് IDയും നൽകുക. നിങ്ങൾ അടയ്ക്കേണ്ട തുകയും ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ദൈർഘ്യവും തിരഞ്ഞെടുക്കാവുന്നതാണ്. പേയ്മെൻറ്റ് നടപടിക്രമം എപ്പോൾ വിജയകരമായി സജ്ജീകരിച്ചുവെന്ന് IPPB നിങ്ങളോട് പറയുന്നതാണ്. ഓരോ തവണയും ആപ്പ് പണം കൈമാറ്റം ചെയ്യുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് സുകന്യ സമൃദ്ധി യോജനവുമായി ബന്ധപ്പെട്ട പലിശ നിരക്കുകളാണ്. സുകന്യ സമൃദ്ധി യോജനയുടെ പലിശ നിരക്ക് സർക്കാർ നിശ്ചയിക്കുകയും ഓരോ പാദത്തിലും അവലോകനം ചെയ്യുകയും ചെയ്യുന്നതാണ്. 2024 നിലവിലെ പാദത്തിൽ സുകന്യ സമൃദ്ധി യോജനയുടെ പലിശ നിരക്ക് 8.2%. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ട് നമുക്ക് നോക്കാം. പലിശ നിരക്ക് 8.2 നിക്ഷേപ തുക കുറഞ്ഞത് 250 രൂപയും പരമാവധി 1.5 ലക്ഷം രൂപയുമാണ്. അടുത്തത് മെച്യൂരിറ്റി തുക. ഇത് നിക്ഷേപിച്ച തുകയെ ആശ്രയിച്ചിരിക്കുന്നു. മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 21 വർഷമാണ്. അടുത്തത് സുകന്യ സമൃദ്ധി യോജനയുമായി ബന്ധപ്പെട്ട നികുതി ആനുകൂല്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നിക്ഷേപിച്ച പ്രധാന തുകയും മുഴുവൻ കാലാവധിയിലും നേടിയ പലിശയും മെച്യൂരിറ്റി ആനുകൂല്യങ്ങളും നികുതി ഒഴിവാക്കിയിരിക്കുന്നു. സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ നമുക്ക് പ്രധാന തുക കിഴിവ് ലഭിക്കുന്നതാണ്. ഇതിലെ പിൻവലിക്കൽ നിയമങ്ങൾ നാം നോക്കുമ്പോൾ SSI പിൻവലിക്കൽ നിയമങ്ങൾ ഇപ്രകാരമാണ്. SSI അക്കൗണ്ട് കാലാവധി പൂർത്തിയായ ശേഷം പെൺകുട്ടികൾക്ക് മുഴുവനായി നമുക്ക് തുക പിൻവലിക്കാവുന്നതാണ്. പലിശ ഉൾപ്പെടെ പിൻവലിക്കാവുന്നതാണ്. സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് പിൻവലിക്കുന്നതിനാവശ്യമായ രേഖകൾ ഇനി പറയുന്നവയാണ്. തുക പിൻവലിക്കുന്നതിനുള്ള അപേക്ഷാ ഫോം, IDയും വിലാസ തെളിവുകളും, പൗരത്വ രേഖകൾ, അഡ്മിഷൻ എടുക്കുമ്പോൾ സമർപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ രേഖകളും, ഫീസ് രസീതും പിൻവലിക്കുന്നതിന് ആവശ്യമായി വരുന്നതാണ്. അടുത്തത് പെൺകുട്ടിക്ക് 18 വയസ്സ് തികയുകയും 10ാം ക്ലാസ് പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പണം പിൻവലിക്കുന്നത് അനുവദനീയമാണ്. പ്രവേശന സമയത്ത് പ്രയോഗിക്കുന്ന ഫീസ് ചാർജുകൾക്കായി പണം ഉപയോഗിക്കണമെന്ന് ശ്രദ്ധിക്കുക. അടുത്തത്
മുൻവർഷം ലഭ്യമായ തുകയുടെ 50% പിൻവലിക്കൽ ലഭ്യമായ പരമാവധി തുകയെന്ന് പറയുന്നത്. 5 തവണകളായി അല്ലെങ്കിൽ ഒറ്റ തവണയായി പോലും പിൻവലിക്കാൻ തുക ലഭ്യമാണെന്ന് ശ്രദ്ധിക്കുക. SSO അക്കൗണ്ടിൽ നിന്ന് അകാല പിൻവലിക്കലിനുള്ള നിയമങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അക്കൗണ്ട് നേരത്തെ അടയ്ക്കുന്നതിന് ബാധകമായ നിയമങ്ങൾ ചുവടെ പറയുന്നതാണ്. പെൺകുട്ടിക്ക് 18 വയസ്സ് തികയുകയും വിവാഹം കഴിക്കാൻ പോവുകയും ചെയ്യുമ്പോൾ SSOയുടെ അകാല പിൻവലിക്കൽ അനുവദനീയമാണ്. എന്നിരുന്നാലും ആനുകൂല്യം ലഭിക്കുന്നതിന് വിവാഹത്തിന് 1 മാസം മുമ്പും വിവാഹത്തിന് 3 മാസം ശേഷവും ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പെൺകുട്ടി ഒരു പ്രവാസി അല്ലെങ്കിൽ പൗരൻ അല്ലെങ്കിൽ SOC അക്കൗണ്ട് ക്ലോസ് ചെയ്തതായി കണക്കാക്കും. അത്തരത്തിലുള്ള എന്തെങ്കിലും സ്റ്റാറ്റസ് മാറ്റം ഉണ്ട് എങ്കിൽ സ്റ്റാറ്റസ് മാറ്റത്തെക്കുറിച്ച് രക്ഷകർത്താവോ പെൺകുട്ടിയോ 1 മാസത്തിനുള്ളിൽ അറിയിക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ പെൺകുട്ടി മരിക്കുകയാണെങ്കിൽ SOC അക്കൗണ്ടിൽ ലഭ്യമായ ബാലൻസ് മരണ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് രക്ഷകർത്താവിന് പിൻവലിക്കാവുന്നതാണ്. മറ്റു കാരണങ്ങളാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ ഒരാളെ അനുവദിക്കാവുന്നതാണ്. എങ്കിലും സംഭാവനകളിൽ നിന്ന് ലഭിക്കുന്ന പലിശ ഡെപ്പോസിറ്റ് ഓഫീസ് വാഗ്ദാനം ചെയ്യുന്ന പലിശ നിരക്കിന് തുല്യമായിരിക്കും എന്ന് മാത്രം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഒന്ന് പെട്ടെന്ന് നോക്കാം. അക്കൗണ്ട് തുറന്ന് 21 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 18 വയസ്സ് തികയുമ്പോൾ അവരുടെ വിവാഹം നടക്കുമ്പോൾ അക്കൗണ്ട് നമുക്ക് മെച്യൂറായി പരിഗണിക്കാവുന്നതാണ്. കുട്ടിക്ക് 18 വയസ്സ് തികയുമ്പോൾ അവൾ വിവാഹം കഴിച്ചില്ലെങ്കിലും നിക്ഷേപത്തിൻ്റെ 50% വരെ അകാല പിൻവലിക്കലിലൂടെ നമുക്ക് പിൻവലിക്കാവുന്നതാണ്. കാലാവധി എന്ന് പറയുന്നത് 21 വർഷമാണ്. കുറഞ്ഞ നിക്ഷേപം പ്രതിവർഷം 1000 രൂപയും പരമാവധി 1.5 ലക്ഷം രൂപയും ആണ്. അക്കൗണ്ടിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ പൗരത്വം, താമസം, ഐഡൻറ്റിറ്റി എന്നിവയുടെ തെളിവുകൾ സഹിതം അപേക്ഷ സമർപ്പിക്കുമ്പോൾ മുതലും പലിശയും അടങ്ങുന്ന ബാലൻസ് പെൺകുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രധാനമായും നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് സുകന്യ സമൃദ്ധി യോജനയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. പ്രധാനമായും താഴ്ന്ന സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു പരിരക്ഷയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഈ വീഡിയോ കാണുന്നതിലൂടെ അവരുടെ പെൺമക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.